ഞെട്ടിക്കുന്ന വാർത്തയിലാണ് ഇന്ന് രാവിലെ മുതൽ കേരളം, പ്രത്യേകിച്ച് തലസ്ഥാന ജില്ല. തിരുവനന്തപുരം ബാലരാമപുരത്ത് കോട്ടുകാൽ കോണത്ത് ഉറങ്ങിക്കിടന്ന 2.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിലാണ് ഒടുവിൽ കണ്ടെത്തിയത്. ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ അമ്മ ശുചിമുറിയിൽ പോയ സമയത്തായിരുന്നു കുഞ്ഞിനെ കാണാതായത്. വീട്ടിലെ ഒരു മുറിയിൽ ചില സാധനങ്ങൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടുമുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എം വിൻസെന്റ് എംഎൽഎയും അതേ ആരോപണം ഉന്നയിച്ചു. കുടുംബത്തിന് കടബാധ്യതയുണ്ടെന്ന് പ്രദേശത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും പറയുകയും ചെയ്തു. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇത് സംഭവിച്ചത് 4:30ക്കും 5-നും ഇടയ്ക്കാണ്. കുടുംബത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? വലിയ സമാധാനമായിട്ട് കഴിഞ്ഞുകൂടുന്ന കുടുംബമാണ്. വേറെ ആർക്കും ഒരു ശല്യമില്ല. ഈ കുട്ടിയുടെ അപ്പൂപ്പൻ മരിച്ച അദ്ദേഹം ഒരു സാധു മനുഷ്യനായിരുന്നു. ദീർഘകാലം പാലാമരത്ത് ട്യൂട്ടോറിയൽ കോളേജിൽ പിയൂണായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. അച്ഛനോ? കുട്ടിയുടെ അച്ഛൻ മരിച്ച കുട്ടിയുടെ അച്ഛൻ പാറശാല പരശ്ശേക്കിലാണ് അദ്ദേഹത്തിന്റെ വീട്. പാറശാല ഒരു സൂപ്പർ മാർക്കറ്റിലാണ് അദ്ദേഹത്തിന് ജോലി. പക്ഷെ അദ്ദേഹത്തുമായിട്ട് കൂടുതൽ നമുക്ക് ബന്ധമില്ല. അല്ല, ഒരു ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും വരുമ്പോഴേ ഒക്കെ കാണാൻ ഉള്ളു. അമ്മയുടെ അമ്മയോ? അമ്മ ഇവിടെ തന്നെയാണ്. ഇവർക്ക് സാമ്പത്തിക പ്രശ്നം എന്തെങ്കിലും ഉണ്ട്? നേരത്തെ കുറച്ചാൾ ഇവിടെ മാറി നിന്ന കുടുംബം അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഇങ്ങനെ അറിയില്ല. അറിയില്ല, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. പെൺകുട്ടി ഇവിടെ ഉള്ളത് തന്നെയാണ്. പെൺകുട്ടികളെ സാമ്പത്തിക പ്രശ്നമൊന്നും അങ്ങനെ അറിയാം? ഇല്ല. അങ്ങനെ ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ സംഭവം, വളരെ വിഷമപ്പെടുത്തുന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ രാവിലെ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിക്ക് എന്തോ അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കുടുംബപരമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. കട്ടിലുൾപ്പെടെ വീട്ടിനകത്ത് ചില ഉപകരണങ്ങൾ കത്തിയിട്ടുണ്ട്. ചെറിയ തീപിടുത്തം ഉണ്ടായതിന്റെ ലക്ഷണം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയം അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. ഉറപ്പായിട്ടും എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കിണറ്റിൽ വീണതിൽ ഉറപ്പായിട്ടും ആരെങ്കിലും കൊണ്ടിടാതെ വീഴില്ല. കാരണം അത്രമാത്രം കൈവരി ബേസ്മെന്റ് ഉള്ള കിണറാണ്. 2 വയസ്സായ കുഞ്ഞിന് ഒരിക്കലും അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയുന്നതല്ല. മറ്റേതെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ്. അപ്പോൾ അത് പോലീസിന്റെ അന്വേഷണത്തിലാണ്. തീർച്ചയായും ഇവിടുത്തെ മുഴുവൻ ആളുകളും കുടുംബാംഗങ്ങൾ പോലീസ് സർവൈലൻസിലാണ്. ഇതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇന്നലെ ഉണ്ടായതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോൺസിക്വൻസസ് ആണെങ്കിൽ ഉറപ്പായും പോലീസിന്റെ അന്വേഷണത്തിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. സാമ്പത്തിക പശ്ചാത്തലത്തെ കുറിച്ച് എന്തെങ്കിലും നാട്ടുകാർ പറഞ്ഞില്ല? ഇന്നലെ ഇവിടെ എന്തോ അനിഷ്ട സംഭവം ഉണ്ടായതായി രാത്രി 2 പേര് പറയുന്നുണ്ട്. വീടിന് സമീപത്തെ ചായ്പിൽ 3 കയർ കുരുക്കിട്ട നിലയിൽ കണ്ടെത്തി. പോലീസ് വീട് സീൽ ചെയ്തു. കുട്ടിയുടെ മാതാപിതാക്കളെയും സഹോദരനെയും അമ്മാവനെയും പോലീസ് ചോദ്യം ചെയ്തു. അമ്മാവനടക്കം മറ്റു കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ മൊഴികളിലെല്ലാം വ്യക്തത കുറവുണ്ടെന്ന് പോലീസ് പറയുകയും ചെയ്തു. വി അരുൺ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, കുട്ടിയെ കാണാതായി, ജീവനറ്റ നിലയിൽ കിണറ്റിൽ നിന്ന് കണ്ടെത്തുക, ഒട്ടും വ്യക്തതയില്ലാത്ത തരത്തിലുള്ള കുടുംബാംഗങ്ങളുടെ മൊഴി, അതിനിടയിൽ സംശയാസ്പദമായ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. ഇപ്പോഴും ഈ സംശയമെല്ലാം കുടുംബാംഗങ്ങളിലേക്ക് തന്നെ നീളുന്ന ഒരു സാഹചര്യമാണോ പൂർണ്ണമായിട്ടും ഉള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി വരുന്നത്, ഇവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അമ്മ സിവിൽ സപ്ലൈസ് വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. അമ്മാവൻ ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. ജോലി സ്ഥിരപ്പെടുത്താൻ 30 ലക്ഷം രൂപ ഇവർ ആർക്കോ നൽകി എന്ന തരത്തിലൊരു വിവരം പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് ജോലി സ്ഥിരപ്പെടുത്താൻ പണം നൽകിയിരുന്നു. 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അതിനെ ചൊല്ലി ഇന്നലെ ഇവർ പോലീസിനെ സമീപിച്ചതായിരുന്നും ചില സൂചനകൾ ഉണ്ട്. 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിനെ ചൊല്ലിയാണ് വീട്ടിൽ നിന്ന് തർക്കമുണ്ടായത് എന്ന ഒരു വിവരമാണ്, സ്ഥിരീകരിക്കാത്ത വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അതിനെ ചൊല്ലിയുള്ള തർക്കം അത് പിന്നീട് ആത്മഹത്യയിലേക്ക് പോയിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ, ചായ്പിലെ ദൃശ്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി കണ്ടാൽ അവിടെ ആ 3 കയർ കുരുക്കിട്ടത് മാത്രമല്ല, ഒരു സ്റ്റൂളും നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഒരു സ്റ്റൂളും അവിടെ ഇട്ടിട്ടുണ്ട്. അതായത് ഇവർ ഈ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകുന്നുണ്ട്. 56 ലക്ഷം രൂപയുടെ കടമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാർ അറിയത്തില്ല, വ്യക്തമായിട്ട് അറിയില്ല. അവര് അങ്ങനെ വലുതായിട്ട് അങ്ങനെ എന്റെ ഇങ്ങനെ കടം വാങ്ങിയ പൈസയൊക്കെ ചോദിക്കുമ്പം ഇപ്പൊ തരാം മാമി, ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം, ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവർ ഈ സിവിൽ സപ്ലൈസ് വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരിയാണ്.
ദേവസ്വം ബോർഡില്ലെന്ന് പറയുന്നുണ്ട്. സഹോദരനാണല്ലേ? സഹോദരനും ദേവസ്വം ഇവർ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവരങ്ങനെ അവിടെ ജോലി സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ പൈസ 30 ലക്ഷം രൂപയൊക്കെ ആർക്ക് കൊടുത്തു? അങ്ങനെ പേര് കൊണ്ട് കൊടുത്തു. അവരുടെ മാലയും പൈസയായിട്ട് അങ്ങനെ ആഭരണം പൈസയായിട്ട് കൊണ്ട് കൊടുത്തു. ഇവരുടെ വാങ്ങിയത് ജോലി കൊടുക്കാൻ വേണ്ടി അവർ വാങ്ങിയതാണ്. എങ്ങനെയാ വാങ്ങിയെന്ന് അറിഞ്ഞൂടെ. പക്ഷെ ഒത്തിരി പേര് വന്ന് പൈസ ചോദിക്കുന്നൊക്കെ പറയുന്നേക്കാം. 50 ലക്ഷത്തിന് മുകളിലൊക്കെ കടമുണ്ടായിരുന്നാണോ പറഞ്ഞത്? എന്നാ പറയുന്നത്. അച്ഛനായിരുന്നോ അല്ലെങ്കിൽ ഇവക്ക ശ്രീതു ഇതിന്റെ എല്ലാത്തിന്റെ പുള്ളിക്കാരി അവിടെ വീടെല്ലാം നല്ല വീടുണ്ടായിരുന്നു അല്ലേ ഇവർക്ക്? താഴെ ഒരു വീടുണ്ട്. അത് പഴയ വീടാ. സ്വന്തം വീടാണ് അത് സ്വന്തം വീടാ. എത്ര കാലം ഇവിടെ വാടക താമസിക്കുന്നു? 3 കൊല്ലമെങ്കിലും വരും. ഈ കുഞ്ഞ് ഗർഭിണിയായിരുന്നപ്പോഴൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ഈ കുഞ്ഞിനെ അപ്പോഴൊക്കെ ഇവിടെ ആയിരുന്നു. ഇന്നലെ ഇവിടെ ബഹളം കേട്ടിട്ട് എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടു? ബഹളം കേട്ടില്ല കേട്ടോ. ഇടയ്ക്ക് സംസാരമൊക്കെ കേൾക്കുന്നത് കേൾക്കാം. പിന്നെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാൻ പോകില്ല. ഞങ്ങളുടെ അടുത്തൊന്നും അത്ര സഹകരണം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും സംസാരിക്കാൻ പോകില്ല. പൈസ മതിലിനോട് ചേർന്നല്ലേ ഇരിക്കുന്നത്. ഇവരിന്നലെ പോലീസ് പരാതി കൊടുത്തു അല്ലെ? ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും പോലീസുമായിട്ട് അതായത് കേൾക്കുന്ന ഇവരിവിടെ ജോലി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പൈസ കൊടുക്കുകയോ അങ്ങനെയൊക്കെ ഒരുപാട് ദുരൂഹതകൾ പറയുന്നുണ്ട്. നേരത്തെ അറിയാം. ഇവരുടെ ആളുകൾ പൈസ കൊടുത്ത ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ആൾക്കാരൊക്കെ ഒരുപാട് വരാറുണ്ട്. ഈ അച്ഛൻ പ്രായമായി മരിച്ച ആളല്ലേ? അയാൾക്ക് ലിവർ കംപ്ലൈന്റ്, സിറോസിസ് എന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ പെട്ടെന്നായിരുന്നു. ആശുപത്രിയിലൊക്കെ ആയിരുന്നിട്ട് വന്ന് പെട്ടെന്നാണ് മരണം. വ്യക്തമായിട്ടൊന്നും അറിയില്ല അതിനെ കുറിച്ച്. മറ്റേ കുട്ടി സ്കൂളിലെല്ലാം പോകുന്നു. 5 വയസ്സ് സ്കൂളിൽ പോകുന്ന വെച്ചാ അവിടെ ചാവടിയുടെ 6 വയസ്സ്. ഇടപെടലിലൊന്നും ഒരു പ്രശ്നമില്ല. ഇല്ല, അങ്ങനെയൊന്നും. ഭയങ്കര മാമി എന്നൊക്കെ വിളിച്ച് വലിയ കാര്യമായിട്ടാ സംസാരിക്കുന്ന. അമ്മയും അവളുടെ അമ്മമ്മയും ആ കുഞ്ഞിന്റെ അമ്മമ്മയും അങ്ങനെ തന്നെ വലിയ കാര്യം. വലിയ സ്നേഹമാണ്. ഇവിടെ അനിയത്തി താമസിച്ചിരുന്നപ്പോ നല്ല സഹകരണമായിരുന്നു. വലിയ കാര്യമായിരുന്നു. ഈ അമ്മയെ കുറച്ചു നാൾ ഇവിടുന്ന് മാറി നിന്നു. ഈ പൈസ പ്രശ്നം കാണും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുറെ ആളുകൾ ആശുപത്രിയിലായിരുന്നു എന്നാണ് പറയുന്നത്. ആശുപത്രിയിലായിരുന്നു. അപ്പോഴത്തേക്കും ഇവരെല്ലാം അവിടെയായിരുന്നു. ശ്രീധുവിന്റെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. അത് എനിക്ക് കുഞ്ഞിന്റെ കരച്ചിലും ഇവരുടെ സംസാരവും ഒക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു ആ സമയത്ത്. അവരെപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സഹോദരനും ഈ ശ്രീധുവിന്റെ ഭർത്താവുമായിട്ട് എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല? കാരണം ശ്രീധുവിന്റെ ഭർത്താവ് അങ്ങനെ ഇവിടെ വരാറില്ല. വന്നത് തന്നെ ഇവിടെ മരണത്തിനാണ്. മരണത്തിന് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ 16-ന് വന്നതാണ്. അങ്ങേരെ ഒരു പാവത്താണ്. അങ്ങേരെ എനിക്ക് തോന്നുന്നു ശബരിയിൽ അക്കൗണ്ടന്റ് എന്നാ പറഞ്ഞത്. സൂപ്പർ മാർക്കറ്റില് അങ്ങേരെ ഒരു പാവത്താണ്. പക്ഷെ ശബരി സൂപ്പർ മാർക്കറ്റ് സർക്കാരിന്റെ സൂപ്പർ മാർക്കറ്റ് അല്ല, ബാങ്കാര ശബരി എന്നാണ് തോന്നുന്നത്. പുള്ളിക്കാർ പറഞ്ഞു കേട്ടിട്ട് എനിക്കത് അങ്ങനെ മനസ്സിലായ. ഇതുതന്നെയാണ് ദുരൂഹതകൾ നിരവധിയുണ്ട്. ഇവരുടെ സാമ്പത്തിക പശ്ചാത്തലം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത. കാരണം ഇവർ പലരിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. വലിയ തുകകൾ ഇവർ പലർക്ക് നൽകാനുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ആളുകൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്നുള്ള മൊഴിയൊക്കെ നാട്ടുകാർ പോലീസിന് നൽകിയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നാട്ടുകാർ അത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റൊരു വിവരം നമുക്ക് നേരത്തെ സ്ഥിരീകരിക്കാൻ ലഭിച്ചത് 30 ലക്ഷത്തോളം രൂപ ഇവർ ജോലി സ്ഥിരമാക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജോലി സ്ഥിരപ്പെടുത്താനോ വേണ്ടി ആർക്കോ നൽകിയിരുന്നു. അതിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കം ആകാം ആത്മഹത്യയിലേക്ക് നയിച്ചതും, അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാകാം ഇതിന് കാരണമെന്നൊക്കെയാണ് പറഞ്ഞപ്പോൾ വിൻസെന്റ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്ഥലം MLA ആണ്. അദ്ദേഹത്തിന്റെ കുറച്ചുമായി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയേണ്ട ആളാണ്. അത്തരം നാട്ടുകാരിൽ നിന്നൊക്കെ അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഏതായാലും ഇവിടെ വലിയൊരു ആൾക്കൂട്ടവും ഈ ഭാഗത്തിപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. വിൻസെന്റ് MLA കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയുകയാണ്. MLA ഈ നേരത്തെ അറിയാവുന്ന കുടുംബമാണോ ഇത്? അതെ, ഞാൻ ഇവിടെ നേരത്തെ ഒരു മരണം നടന്നിരുന്നു. അപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ 16ാമത്തെ ദിവസത്തെ ചടങ്ങ് ഇന്ന് വെച്ചിരുന്നതായിരുന്നു. ഇവിടെ സാമ്പത്തിക പശ്ചാത്തലം വലിയ സംശയകരമാണെന്നൊക്കെ പറഞ്ഞ പല അഭിപ്രായങ്ങളാണ്. അല്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. സാമ്പത്തിക പശ്ചാത്തലത്തെ കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ഈ നാട് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഏകദേശം എല്ലാവരും ഉണർന്നിരിക്കുന്ന സമയത്താണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്, അല്ലേ? ഇപ്പോൾ അവിടെ ഒരു 5 മണിയോടുകൂടി ഞാൻ രാവിലെ കുഞ്ഞിന്റെ അമ്മയോടും അമ്മമ്മയോടും സംസാരിച്ചിരുന്നു. അപ്പോൾ 5 മണിയോടുകൂടി അടുത്ത മുറിയിൽ തീ കത്തുകയാണ്.
ഇപ്പം നമ്മൾ പോയാലും മണ്ണെണ്ണയുടെ ഗന്ധമുണ്ട് അതിനകത്ത്. അപ്പം സ്വാഭാവികമായ ഒരു തീപിടുത്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ തീപിടുത്തം ഉണ്ടാകുന്നു, വെള്ളം കൊണ്ട് അയക്കുന്നു. അതിന് തൊട്ടു മുമ്പാണ് കുഞ്ഞിനെ ഇവരെ എടുത്ത് അച്ഛൻ്റെ അടുത്ത് കിടത്തിയെന്നാണ് അമ്മ പറയുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ തെളിയിക്കുന്നത് ചിലപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും ചിലപ്പോൾ തെളിയുന്നത്. നാട്ടുകാർക്ക് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും കൃത്യമായ സംശയങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതൊരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള ആ രീതിയിൽ ആ സംശയങ്ങൾ പുറത്ത് പറയുന്നത് ഉചിതമായിരിക്കില്ല. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ നാട്ടുകാരെല്ലാം ആകെ തരിച്ചു നിൽക്കുന്ന ഒരു സംഭവം. 50 ലക്ഷത്തിലേറെ രൂപ കടമുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ അവർ പറഞ്ഞു? അല്ല, കടവും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഈ കുഞ്ഞിന് ഇതുമായിട്ട് അതൊന്നും ഇല്ല. അത് മാത്രമാണോ പ്രശ്നം? വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നെല്ലാം അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. ചായ്പിൽ 3 കുരുക്കിട്ടിട്ടുണ്ട്, താഴെ സ്റ്റൂളുണ്ട്. അങ്ങനെ ആത്മഹത്യക്കുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ സംശയങ്ങളൊക്കെ ആ രീതിയിലും വരുന്നുണ്ട്? അങ്ങനെ എന്തെങ്കിലും ഒന്ന് തീ കത്തുന്നു. ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ വരുന്നത്? ഇവിടെയുള്ള ആരെങ്കിലുമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആസൂത്രണങ്ങളുടെ ഭാഗമായിരിക്കാം. ഈ വീട്ടിലുള്ളവരാണ് എന്നുള്ളതൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പും കളമൊരുക്കലും എല്ലാം ആയിരിക്കാം ഇതെന്നുള്ളതാണ് പോലീസിന് ഏറെക്കുറെ വിവരം കിട്ടില്ല. ഈ കുഞ്ഞിനെ മാത്രം എന്തിനാണ് ഇങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള അവിടെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ. പോലീസിന് ഏറെക്കുറെ വിവരം ലഭ്യമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഏകദേശം പോലീസിന് ഏറെക്കുറെ തീർച്ചയായും ഏകദേശം ഉടനെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ സമയം കഴിയുമ്പോൾ അതിന്റെ വ്യക്തമായ വിവരങ്ങൾ അറിയാൻ കഴിയും. അതുതന്നെയാണ് വലിയ സംശയങ്ങൾ, ദുരൂഹതകളുണ്ട്. MLA പറഞ്ഞതനുസരിച്ചും ഈ വന്ന കഥകൾക്കപ്പുറത്തേക്കുള്ള കഥകൾ ഇതിന്റെ പിന്നിൽ ഉണ്ട്. ആ കഥകളാണ് ഇനി പുറത്തു വരാൻ ഉള്ളതെന്ന് തന്നെയാണ് MLAയും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിനും കൃത്യമായ വിവരമുണ്ട്, കൃത്യമായ സംശയങ്ങളുണ്ട് എന്ന് തന്നെ പറയുന്നു. അതായത് അരുൺ, ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കൂട്ട ആത്മഹത്യക്കുള്ള കളം ഒരുക്കുകയായിരുന്നു എന്ന് പറയുന്നത് മുഖവിലക്കെടുക്കാൻ കഴിയുകയില്ല എന്നാണല്ലോ MLAയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവേണ്ടത്. കടബാധ്യത എന്തിനാണ് അത് കുട്ടിയുടെ ജീവൻ എടുക്കുന്നതിലേക്ക് പോകുന്നത് എന്ന് പറയുന്നിടത്ത് ഇനിയും വായിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്ത് ബാക്കിയാകുന്നുണ്ട്. ഇപ്പോൾ പോലീസിന്റെ സംശയം കുടുംബാംഗങ്ങളിൽ ആരെയാണ് പ്രധാനമായിട്ടും? ഇതുതന്നെയാണ് ഈ നമ്മൾ നേരത്തെ കണ്ട ചായ്പിലെ 3 കയർ കുരുക്കുകൾ, അവിടെ കയറാനുള്ള സ്റ്റൂൾ, മുറിക്കുള്ളിൽ തീ കത്തിച്ചത്, ഇതൊക്കെ ഒരു നാടകത്തിന്റെ ബാക്കിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത്തരം ഒരു അഭ്യൂഹങ്ങളിലേക്ക് തന്നെയാണ് നമുക്ക് പോകാൻ കഴിയുന്നത്. ഇവർ